ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകൾ എന്ന് വെച്ചാൽ ഭാഷാഭേദമന്യേ ബുക്ക് മൈ ഷോയിൽ ഈ ആഴ്ചത്തേക്ക് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളുടെയും ട്രെയിലറുകൾ കണ്ടു നോക്കി എനിക്ക് പ്രതീക്ഷ തോന്നുന്ന സിനിമകൾ, അതിപ്പോൾ കേരളത്തിൽ റിലീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് പ്രതീക്ഷ തോന്നിയ സിനിമകൾ, ആ ട്രെയിലറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. സാധാരണ നമ്മളിതൊരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഒക്കെയാണ് ചെയ്യുക, കാരണം സിനിമ റിലീസ് വരുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ടാണല്ലോ. പക്ഷേ ഈ ആഴ്ച എന്ന് പറയുന്നത് ശരിക്കും വളരെ നേരത്തെ റിലീസ് ആരംഭിച്ചതാണ്. പൊങ്കലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞായറാഴ്ച മദഗജരാജ സിനിമ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 14-ാം തീയതി സംക്രാന്തിക്ക് വസ്തുനാം, കാതലിക്ക നേരമില്ലേ തുടങ്ങിയിട്ടുള്ള സിനിമകളും റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നേസിപ്പയ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ആ പടം ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ബാലയ്യയുടെ പടം, അതും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, അത് കേരളത്തിൽ റിലീസ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ കുറച്ച് സിനിമകൾ കാണാൻ മിച്ചം വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ആഴ്ച റിലീസായതെന്ന് നമുക്ക് പറയാവുന്ന മലയാളത്തിൽ ഇപ്പോൾ വ്യാഴാഴ്ച റിലീസായ പ്രാവിൻകൂട് ഷാപ്പ്, അത് കണ്ട് ഓൾറെഡി റിവ്യൂ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുള്ള സിനിമകളുടെ എല്ലാം റിവ്യൂ വീഡിയോസ് ചാനലിലുണ്ട്. ഇനി അങ്ങനെ കണ്ടിട്ടില്ലാത്ത വെള്ളിയാഴ്ച ദിവസം റിലീസിനെത്തുന്ന സിനിമകളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. കൊട്ടേഷൻ ഗാങ് എന്ന് പറയുന്ന ഒരു മൾട്ടി ലാംഗ്വേജ് സിനിമ റിലീസിനെത്തുന്നുണ്ട്. അത് തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ടാണ് വരുന്നത്. പ്രിയാമണി, സണ്ണി ലിയോൺ, ജാക്കി ഷെറോഫ് തുടങ്ങിയിട്ടുള്ള സീനിയർ താരങ്ങൾ ആ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ സാറ അർജുൻ, ആൻമരിയ കലിപ്പിലാണെന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളി ഓഡിയൻസിന് പരിചയമുള്ള കുട്ടിയാണ്. കുട്ടി ഇപ്പോൾ വലുതായി. പിന്നെ അപ്പൻ എന്ന് പറയുന്ന മലയാള സിനിമയിൽ വില്ലനായിട്ട് വന്ന അഷ്റഫ് മല്ലിശ്ശേരി ഉണ്ട്. ഗംഭീര ആർട്ടിസ്റ്റാണ്. പുള്ളിനെ ഇപ്പോൾ മലയാളികൾ യൂട്ടിലൈസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റു ഭാഷകളിലൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഈ താരങ്ങളൊക്കെ ഈ ട്രെയിലറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം ട്രെയിലർ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവേ നമ്മൾ പുരുഷൻ കൊട്ടേഷൻ ഗ്യാങ്ങുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത്, പക്ഷേ ഇത് സ്ത്രീകളുടെ കൊട്ടേഷൻ ഗ്യാങ്ങാണ്. വൻ വയലൻസ് ആണ് കാണിക്കുന്നത്. ട്രെയിലറിൽ തന്നെ കടുത്ത രീതിയിലുള്ള ആക്ഷനും കുത്തിക്കറലും പരിപാടിയൊക്കെ തന്നെയാണ്. സാറ അർജുൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടി, അവൾ കൊട്ടേഷൻ ഗ്യാങ്ങിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ട്. പിന്നെ ഈ സീനിയർ താരങ്ങൾ, ഇവരുടെ പെർഫോമൻസുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. വിവേക് കുമാർ കണ്ണനാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ശിവമണിയാണ്. അരുൺ പത്മനാഭൻ്റെ ക്യാമറയാണ്. ട്രെയിലർ കട്ട് കാണുമ്പോൾ ഇത് കാണാനുള്ളൊരു പടമുണ്ട് എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ ഒരു മസ്റ്റ് വാച്ച് പടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ എനിക്കിത് കണ്ടിരിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലിലേക്ക് വരുന്നില്ലെങ്കിലും മറ്റേ പാട്ടിൽ പറഞ്ഞതുപോലെ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണ് പടം. പാർട്ട് 1 ഇതിൻ്റെ പേരിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2, 3 ഒക്കെ വരാനുണ്ടാവും. രണ്ടാമത്തെ സിനിമ ഒരു മലയാള സിനിമയാണ്, ഓഫ് റോഡ് എന്ന് പറയുന്ന സിനിമ. ഷാജി സ്റ്റീഫൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ്. സുഭാഷ് മോഹൻരാജ് മ്യൂസിക് ചെയ്തിട്ടുള്ള സിനിമ. ശരത് അപ്പാനി ഉണ്ട്, ജോസുട്ടി ജേക്കബ് ഉണ്ട്, വേറെയും ഒരുപാട് താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ട്രെയിലർ എനിക്കൊരു ഭയങ്കര കമ്പല്ലിംഗ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണം എന്ന് പറയുന്ന ഒരു സംഭവം ജനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഞാൻ ചില സിനിമകളെക്കുറിച്ച് ഇതിൽ പറയുന്നുമില്ല ഈ ആഴ്ച റിലീസ് വരുന്നത്. കാര്യം ട്രെയിലർ കണ്ടിട്ട് നമ്മളെ ഏതെങ്കിലും ഒരു തരത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗം കൊണ്ടെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കാം എന്ന് പറയുന്നൊരു ഫീല് ജനിപ്പിച്ച സിനിമകളെക്കുറിച്ച് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുള്ളൂ. മ്യൂസിക് കൊള്ളാം, അത്യാവശ്യം രസമുള്ളൊരു പരിപാടിയായിരിക്കും എന്ന് തോന്നുന്നു. അത് നമുക്ക് കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. മറ്റൊരു ഇംഗ്ലീഷ് സിനിമ, അത് ശരിക്കും 2024 പുറത്തിറങ്ങിയ സിനിമയാണ്, ഇവിടെ റിലീസിന് വരികയാണ്. പ്രസൻസ് എന്നാണ് സിനിമയുടെ പേര്. ഒരു സ്ലോ ബേണിംഗ് ത്രില്ലറാണ്. അത് ഞാൻ ട്രെയിലർ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ സിനിമകളുടെയും ട്രെയിലർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കാവുന്നതാണ്. ആ ട്രെയിലർ കണ്ടപ്പോൾ അത് കാണണം എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. എന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് ആ ഒരു ലെവലിലല്ല, ഇത് കൊള്ളാലോ, ഇത് തിയേറ്ററിൽ കാണണമല്ലോ. പിന്നെ സിനിമയെക്കുറിച്ചൊക്കെ മൊത്തത്തിൽ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല വിഷ്വൽസ് ആണ്, അത് നിങ്ങൾ കണ്ടു നോക്കും. മറ്റൊരു സിനിമ, ഇത് നമ്മുടെ നാട്ടിൽ റിലീസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഗുലായി സൂർ എന്നാണ് സിനിമയുടെ പേര്. ഒരു ആസാമീസ് സിനിമയാണ്. 1940-കൾ 80-കൾ ആ ഒരു സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു കള്ളൻ്റെ യാത്രയാണ്. നല്ല എന്താ പറയുക, സൂത്തിങ് ആയിട്ടുള്ള വിഷ്വൽസ് എന്ന് പറയില്ലേ, നല്ല സുഖമുള്ള, കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച. നമ്മുടെ നാട്ടിൽ ഈ ആനയൊക്കെ നെറ്റിപ്പട്ടം കെട്ടി പോകില്ലേ, ഇതേ കൾച്ചർ ആസാമിലും ഉണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരാന നെറ്റിപ്പട്ടം എടുത്ത് പറയെടുത്ത് നടക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കൾച്ചറൽ സാധനം അവിടെ ഉണ്ട് എന്നുള്ളതും എനിക്ക് ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇഷ്ടം തോന്നി. പക്ഷേ മ്യൂസിക്കാണ് ഈ ട്രെയിലറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര സുഖമുള്ള നല്ല മ്യൂസിക്കായിരുന്നു. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടു നോക്കൂ, നിങ്ങൾക്കും ആ ട്രാക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. തന്നെയുമല്ല, ആസാം സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായും അവരിതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കേട്ട് കുറേ സ്ക്രിപ്റ്റുകളിൽ നിന്ന് സോർട്ട് ചെയ്തൊക്കെ സെലക്ട് ചെയ്തായിരിക്കുമല്ലോ ഈ സിനിമ ഇനി കുറേ അവാർഡുകളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അന്വേഷിച്ച് പിടിച്ച് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വളരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഭയങ്കര രസമുള്ള ട്രെയിലറാണെന്നേ. ഈ ഭാഷ കുറേയൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും എന്തോ അതിനകത്തുണ്ട് എന്ന് പറയുന്ന ഒരു ഫീല് നമ്മളിങ്ങനെ വിഷ്വലി കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതിനകത്ത് എന്തോ ഉണ്ട്. അങ്ങനത്തെ ഒരു ഫീല് ജനറേറ്റ് ചെയ്ത നല്ല മ്യൂസിക്കുള്ള ഒരു ട്രെയിലറാണ്. നല്ല മ്യൂസിക് എന്ന് മാത്രം എഴുതിയ കുറച്ച് ട്രെയിലറുകളെക്കുറിച്ച്, സിനിമകളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അടുത്ത പടം മംഗ്ല എന്ന് പറയുന്ന സിനിമയാണ്. ഒരു മറാഠി പടമാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി, അവൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായം തോന്നുന്നു. ആ സമയത്ത് അവൾ നന്നായിട്ട് പാടും. അയ്യോ, ട്രെയിലർ തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ ആ കൊച്ചു പാടുന്നൊരു വിഷ്വലാണ് തുടങ്ങുന്നത്. നമ്മൾ ആ പാട്ട് കേട്ട് ഇങ്ങനെ ഇരുന്നു, അത്രയും രസമുള്ള പാട്ട്.
അങ്ങനെ അത്രയും നന്നായി പാടുന്ന ആ പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് അറ്റാക്ക് വരുന്നു. അപ്പം അതിന് ശേഷം അവളുടെ മുഖമൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിട്ട് അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എക്സാം ഹാളിൽ വെച്ചിട്ട് ഇവൾ തകർന്നിരുന്നു പോകുന്ന പോലത്തെ ഒരു ഷോട്ടൊക്കെ ഉണ്ട് ട്രെയിലറിൽ തന്നെ. ട്രെയിലർ കണ്ടിട്ട് തന്നെ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. പക്ഷേ അവിടെ ഒന്നും തളരാതെ അവൾ അവളുടെ പാഷനായിട്ടുള്ള മ്യൂസിക്കിന് പിന്നാലെ പോകുന്നു. സംഗീതത്തിന് മുഖമോ രൂപമോ ഉയരമോ വണ്ണമോ ഒന്നുമല്ല മാൻ, അത് വേറെ തന്നെ ഒരു സാധനമാണ്. അപ്പോൾ ആ മേഖലയിൽ അവൾ ഒരു വലിയ നിലയിലേക്ക് വളരാൻ ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റോറിയൊക്കെയാണ്. പാട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ആ ട്രെയിലർ കട്ട് ഇങ്ങനെ 1, 2 വട്ടം 3 വട്ടമൊക്കെ കാണാൻ തോന്നുന്ന പോലത്തെ നല്ല രസമുള്ള മ്യൂസിക്കാണ്. അപർണ എസ് ഹോസിംഗ് ആണ് ഇതിൻ്റെ ഡയറക്ടർ. ഇവർ മുൻപ് കുറച്ച് ആസാമീസ് സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ് ഈ പടത്തിനുള്ളത്. പിന്നെ ട്രെയിലേഴ്സ് കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, അത് UK മലയാളികൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, അവിടെ ഒരുപാട് പഞ്ചാബികൾ സ്വന്തമായി സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് പഞ്ചാബി സിനിമകളുടെ ട്രെയിലറുകൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ എല്ലാ ആഴ്ചയിലും ഒക്കെ ഉണ്ടാവും. മിക്കവാറും എല്ലാ കഥയും സംഭവിക്കുന്നത് UK വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സിനിമ അത്രയും മോഹമായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. നല്ലതാണ്, ഞാൻ നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചാബി സിനിമകളാണ്. വേറൊരു സിനിമ, ഇതൊരു ഗുജറാത്തി പടമാണ്. ഇതിൻ്റെ ട്രെയിലർ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കണമെന്ന് ഞാൻ പറയും. ഭാഷയൊന്നും അറിയില്ലെങ്കിലും നിങ്ങളിത് കണ്ടു നോക്കണം. ജിഗർ നീ ജീത്ത് എന്നാണ് സിനിമയുടെ പേര്. 2 കുട്ടികൾ, അവരുടെ സൗഹൃദം, അതിനിടയിൽ ഒരാൾ ഒരു സംഗീതത്തിൻ്റെ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇത്രയൊക്കെയാണ് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ആ കൂട്ടുകാരൻ മറ്റേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനെ കുറിച്ച് അവൻ സൂര്യനാണെങ്കിൽ ഞാൻ അവൻ്റെ നിഴലാണെന്നൊക്കെ പറയുന്ന പോലത്തെ കുഞ്ഞു ഡയലോഗുകളൊക്കെ ഉണ്ട്. നല്ല രസം അത് കേൾക്കാൻ. അപ്പോൾ ആ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രാക്ക് ഇങ്ങോട്ട് കയറും, പാട്ട്. ഞാനത് എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ ഉപയോഗിച്ചാൽ കോപ്പിറൈറ്റ് വരുമെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ട്രെയിലർ കണ്ടു നോക്കണം. അയ്യോ, ആ പാട്ടിൻ്റെ ബീറ്റ് അത് ട്രെയിലറിൽ ഇങ്ങനെ തുടങ്ങുമ്പോണ്ടല്ലോ, എന്നുവെച്ചാൽ അതിന് ആ ഒരു ഫോക്ക് ഫീലുണ്ട്. അതായത് നമ്മുടെ ഒക്കെ കൾച്ചർ, ഇപ്പോൾ പലരും പല ഭാഷയും സംസാരവും വർത്താനവും മതവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ മണ്ണിനോട് ചേർന്ന് നോക്കുമ്പോൾ അതിനൊരു താളമുണ്ട്. ആ താളം എല്ലാ മനുഷ്യർക്കും ഒന്നാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെയൊക്കെ റൂട്ട്സ് ഒരേ സ്ഥലത്തേക്കാണ് ചെന്നെത്തുക. അപ്പോൾ ആ ഒരു മണ്ണിനോടുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതിൻ്റെ ട്രാക്കിലുണ്ടായിരുന്നു. ഒരു കൊച്ചു പയ്യനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. ഋത്വിജ് ജോഷി എന്ന് പറയുന്ന ആളാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ആ ബ്രോ എൻ്റെ ഈ വീഡിയോ കാണാൻ ഒരു സാധ്യതയില്ല, കാര്യം അവർ ഗുജറാത്തിയാണ്. പക്ഷേ അയാളൊരു അപാര മ്യൂസീഷ്യനാണെന്നുള്ളത് ഇതിൻ്റെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. മാത്രമല്ല ഈ ട്രാക്ക് അന്വേഷിച്ച് പോയിട്ട് ഈ സിനിമയിലെ മറ്റൊരു അമ്മയെക്കുറിച്ചിട്ടുള്ളൊരു പാട്ട് കേട്ടു. എൻ്റെ മോനെ എന്ത് പാട്ടൊക്കെയാണ് ഇവന്മാർ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ സിനിമ കാണണമെന്ന് തോന്നിപ്പോയി. അതായത് ഈ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി മാത്രം എനിക്ക് സിനിമ കാണാൻ തോന്നിപ്പോയി. ജിഗർ നി ജീത്ത് എന്ന് പറയുന്ന സിനിമ. ജിഗർ ഠക്കോർ എന്നാണ് ആ പയ്യൻ്റെ പേര്. അതിൽ അഭിനയിച്ചിരിക്കുന്ന പയ്യൻ തന്നെ, അവൻ യൂട്യൂബിൽ അവൻ്റെ കുറേ പാട്ടൊക്കെ കിടപ്പുണ്ട്. അവൻ മ്യൂസീഷ്യനാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ജിഗർ നി ജീത്ത് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ലിങ്കിൻ്റെ താഴെ ഈ പറയുന്ന പയ്യൻ്റെ പാട്ടുകളുടെ ലിങ്കും കൂടി ഞാൻ കൊടുക്കാം. ഭയങ്കര രസമുള്ള പാട്ടുകളാണ്. 1098 എന്ന് പറയുന്നൊരു സിനിമ റിലീസിന് തയ്യാറെടുക്കുന്നുണ്ട്. മലയാള സിനിമയാണ്, അറിയാമല്ലോ. 1098 എന്ന് പറയുന്നത് ചൈൽഡ് ലൈൻ നമ്പറാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നു. അതിനുശേഷം സ്കൂളിലേക്ക് അവരുടെ ഒരു ടീം അന്വേഷണത്തിന് പോകുന്നു. ഇതാണ് സിനിമ. എനിക്ക് ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അത് കുറേയും കൂടി ഒരു ഇൻഫർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അതിനൊരു എഡ്യൂക്കേഷണൽ വാല്യൂ ആണ് ആ പടത്തിനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെ അവലോകനം ചെയ്യുക. എനിക്കതിൻ്റെ ഒരു ലൈറ്റിംഗ് കളറിങ് പരിപാടികളിലൊന്നും ഒരു സിനിമ ഫീലല്ല, ഡോക്യുമെൻ്ററി മോഡിലേക്കൊക്കെ വരുന്ന പോലെ അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ മുതിർന്നവർ കണ്ടിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവും തോന്നുന്നു. ഒരു സ്കൂളിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ, അതുപോലെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. മറ്റൊന്നൊരു ഇംഗ്ലീഷ് സിനിമയാണ്, റിയൽ പെയിൻ എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി. 2 കസിൻസ് അവരൊരു ഹെറിറ്റേജ് ട്രിപ്പ് പോവാണ്. എന്ന് വെച്ചാൽ അവരുടെ അമ്മൂമ്മ ജനിച്ച് വളർന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അമ്മൂമ്മ മരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു പോക്കാണ്. അതുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ആവുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. ജെസെ എയ്സൻബർഗ് ആണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഒരു അസാമാന്യ ആക്ടറും കൂടിയാണെന്നുള്ളത് തെളിയിച്ചിട്ടുള്ള ആളാണ്. സോ ഈ സിനിമ തിയേറ്റർ വന്ന് എന്തായാലും പോയി കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നൊരു പടം, ഈ പടം ഉണ്ടല്ലോ, നമുക്ക് വെറുതെ ഇരുന്ന് ടെൻഷൻ അടിക്കുക. അതായത് നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലും അത് എടുത്തു വെച്ചിരിക്കുന്നതിലെ പ്രത്യേകത കൊണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഇങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുക, ടെൻഷൻ അടിച്ചിരിക്കുക. അങ്ങനത്തെ ഒരു പരിപാടി ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആ ജോണറിൽ വരുന്ന സിനിമയാണ് വോൾഫ് മാൻ എന്ന് പറയുന്ന സിനിമ. ഒരു കുടുംബം, അച്ഛൻ, അമ്മ, ഒരു കൊച്ചുകുട്ടിയുണ്ട്, പിന്നെ ഒരാളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആവുന്നു. അതിനെ തുടർന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു വൂൾഫ് ഉണ്ട്. അത് ഈ കുടുംബത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഗൃഹനാഥൻ്റെ കയ്യിലൊരു മാന്ത് മാത്രമാണ് കിട്ടുന്നത്. പക്ഷേ അയാൾക്ക് അതിനെ തുടർന്നുണ്ടാകുന്ന ഇൻഫെക്ഷനും അതിൽ നിന്ന് അയാൾ ഒരു വലിയ ക്രൂരജീവിയായി മാറും എന്നൊക്കെയാണ് ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു അമ്മയും ഒരു കൊച്ചുകുട്ടിയും ഇവരുടെ ഒരു സർവൈവൽ പരിപാടിയാണ് ആ സിനിമയിൽ മെയിനായിട്ട് ഉണ്ടാവുക. മുമ്പ് ഞാനൊരു ഹൊറർ സിനിമ ക്ലോസ് ആയിട്ടുള്ള ഒരാളോടൊപ്പം പോയപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഈ ഹൊറർ സിനിമയൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുന്നതെന്ന്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ്: എല്ലാ പ്രേത സിനിമകളിലും ഒരു കൊച്ചുകുട്ടി ഉണ്ടാവും.
ആ കൊച്ചുകുട്ടിയായിരിക്കും ഏറ്റവും ലാസ്റ്റ് രക്ഷപ്പെടുക. അപ്പോൾ അവളിങ്ങനെ വളരെ ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടി പോയി അവസാന നിമിഷം വരെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ആ കുട്ടി രക്ഷപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻറ്റിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത്രയും ഹൊറർ കുത്തിയിരുന്ന് കാണുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്. പല ആളുകളുടെയും കുട്ടിക്കാലവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഹൊറർ സിനിമകൾ കാണുക എന്ന് പറയുന്നത് ഹൊററും രക്തവും കാണുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇതിനെല്ലാം ശേഷം ഒരു കുട്ടി രക്ഷപ്പെടുന്നത് കാണുമ്പോഴുള്ള നമ്മളെ ആ കുട്ടിയായി കണ്ടുകൊണ്ട് ആ കുട്ടിക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും വോൾഫ്മാൻ അങ്ങനെ അത്യാവശ്യം ടെൻഷൻ അടിച്ചിരുന്ന് കാണാവുന്ന ഒരു ടെക്നിക്കലി നന്നായി അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്ത സിനിമയാണ്. മറ്റൊരു സിനിമ ഒരു ഹിന്ദി സിനിമയാണ്. ഞാൻ വെള്ളിയാഴ്ച ദിവസം ആദ്യം കാണാൻ ബുക്ക് ചെയ്തിരിക്കുന്നതും അത് തന്നെയാണ്. ആസാദ് എന്നാണ് സിനിമയുടെ പേര്. ആസാദ് എന്ന് പറയുന്നത് ഒരു കുതിരയാണ്. നമ്മുടെ അജയ് ദേവ്ഗണ്ണും അദ്ദേഹത്തിൻ്റെ മകൻ ആമൻ ദേവ്ഗണ്ണും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വരുന്ന സിനിമയാണ്. രാഷ എന്ന് പറയുന്ന ഒരു പുതിയ നടിയെ കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. രവീണ ടണ്ടൻ്റെ മകളാണ്. പിന്നെ അഭിഷേക് കപൂറാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ. അവരുടെ ഒരു ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. പക്ഷേ എനിക്ക് നല്ല രസമായിട്ട് തോന്നി ട്രെയിലർ. ആ ഒരു കുതിരയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും. പിന്നെ ഈ കഥ നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1920കളാണ്. പറയാമല്ലോ, ഒരുപാട് കടന്നുകയറ്റങ്ങളൊക്കെ സംഭവിച്ച് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന, പിന്നെ കുറേ വിശ്വാസങ്ങളുടെയും ഒക്കെ നടുക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പോരാളി ഉണ്ടാകുന്നു. ആൻഡ് ആ കുതിര വളരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അമിത് ത്രിവേദിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ വെള്ളിയാഴ്ച കാണാൻ തീരുമാനിച്ച് ടിക്കറ്റ് എടുത്ത സിനിമകളിലൊന്നാണ്. എന്തായാലും അത്രയും സിനിമകളാണ് ഈ ആഴ്ച വരുന്നതിൽ കാണാൻ സാധ്യതയുള്ളതും അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടേക്കാം എന്ന് തോന്നുന്നതും പിന്നെ ഉറപ്പായും കണ്ടേക്കാം എന്ന് തോന്നുന്ന സിനിമകളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ചില സിനിമകളൊക്കെ മിസ്സായി പോയിട്ടുണ്ടാകും. ട്രെയിലർ തന്നെ മുഴുവിപ്പിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ എനിക്ക് കാണാൻ അങ്ങനെ ഒരു താല്പര്യം തോന്നാത്തതോ ആയിട്ടുള്ള സിനിമകളുടെ ട്രെയിലറുകളാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. അതും കൂടി ചേർത്ത് വെച്ചിട്ട് അതിനെ വലിച്ചു കയറേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാത്തത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ ഈ ആഴ്ച ഏതൊക്കെ സിനിമകൾക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്, കാണാൻ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.